ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വേനൽ ചൂടിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കിടുക്കാച്ചി സർവത്തുമായിട്ടാണ്. ഇത് നമുക്ക് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ആപ്പിളും പുതിനയിലയുമാണ്. ആദ്യം നമുക്ക് ഒരു ചെറിയ കുടം പോലെ എടുക്കുക. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്കൊരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊന്നിട്ട് ഉടയ്ക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നറുനീണ്ടി സർബത്ത് കാച്ചിയതാണ്. അത് ഒരു 4 ടേബിൾ സ്പൂൺ. ഓരോരുത്തർക്കും ഷുഗർ ആവശ്യമുള്ളതുപോലെ ചേർക്കാം. ഇപ്പം നമ്മൾ 4 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അതും ആപ്പിളും കൂടി നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഒരു നാരങ്ങയുടെ നീര് മതി നമുക്ക് ഇതിനുള്ള പുളിക്കുള്ള ആവശ്യത്തിന്. നമുക്കതങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കസ്കസാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് അങ്ങ് കുതിർന്ന് പൊങ്ങി കിട്ടും. അതൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ കുതിർത്തത് ഈ ഭരണിയിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില ചേർത്ത് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് സോഡയാണ്. സോഡ ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത സോഡയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തൊന്നങ്ങ് മിക്സ് ചെയ്ത് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണ്ടുന്നത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3 or 4 പീസസ് ലെമണിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുത്തേക്കുക. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ കിടുക്കാച്ചി സർബത്ത് റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതുമയാർന്ന പുതിയ രുചിയുമായി വീണ്ടും കാണാം.